കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട് എംപി സ്ഥാനം ഉപേക്ഷിച്ചു. റായ്ബറേലി നിലനിർത്താൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വയനാട്ടിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഉപേക്ഷിച്ചെന്ന ഔദ്യോഗിക പ്രഖ്യാപനം. റായ്ബറേലി മണ്ഡലം നിലനിർത്താനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. തനിക്ക് പോരാടാൻ ഊർജം നൽകിയത് വയനാടാണെന്നും ജീവിതകാലം മുഴുവൻ മനസ്സിലുണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി. पिछले 5 सालों में मैं वायनाड का एमपी था और वायनाड के सब लोगों ने, हर पार्टी के लोगों ने प्यार दिया, तो उसके लिए मैं दिल से धन्यवाद करता हूं. വയനാട്ടിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ഏറെ സന്തോഷമെന്നും രാഹുലിന്റെ അസാന്നിധ്യം അറിയിക്കാതെ വയനാട്ടിൽ ഉണ്ടാകുമെന്നും പ്രിയങ്ക ഗാന്ധി. बहुत खुश हूँ मैं. I'm very happy to be able to represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. 2019 അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ലോക്സഭയിലെത്തിച്ച വയനാട് മണ്ഡലം തന്റെ കുടുംബമാണെന്ന് പ്രഖ്യാപിച്ചായിരുന്നു 2024 എത്തിയത്. വയനാടിനൊപ്പം റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന സൂചന അവസാന നിമിഷം വരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വമോ നൽകിയിരുന്നില്ല. പ്രിയങ്ക ഗാന്ധിയുടെ പേരായിരുന്നു റായ്ബറേലിയിൽ ഉയർന്നു വന്നതും. ഉത്തരേന്ത്യയിൽ BJPക്കെതിരെ നേരിട്ട് പോരാടേണ്ട ഗാന്ധി കുടുംബത്തിൽ നിന്നും ലീഗിന്റെ സഹായത്തോടെ കേരളത്തിൽ ജയിച്ചു കയറാൻ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കന്നി അംഗത്തിനൊരുങ്ങുകയാണ് പ്രിയങ്ക ഗാന്ധിയും. കൈരളി ന്യൂസ്, ദില്ലി.